ബ്രിട്ടനിൽ പോയ ജയൻ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ബ്രിട്ടനിൽ പോയ ജയൻ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു നന്ദി കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. ചെറുതല്ല, വലിയ കാര്യമായിട്ടുള്ള നന്ദി തന്നെ. കാരണം ജയൻ സാറിനെ കുറിച്ചുള്ള ഓരോ വീഡിയോകൾക്കും നിങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണകൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജയന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ജൂലൈ 25. കഴിഞ്ഞ ദിവസം ചെയ്യേണ്ട വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത്. ഇന്നലെ ഒരു ചെറിയൊരു ഷോർട്ട് മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ സാധിച്ചുള്ളൂ. അത്യാവശ്യം ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നു. അതിനാദ്യം തന്നെ ക്ഷമാപണം. ഇന്നേ ദിവസം അതിനുവേണ്ടി 2 വീഡിയോകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ജയൻ സാറിനെ കുറിച്ചുള്ള ഓരോ വീഡിയോകളും നിങ്ങൾ വലിയ ആവേശത്തോടെ ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കുന്നതിനെ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ബ്രിട്ടനിൽ പോയ ജയനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒരുപക്ഷെ ഈ വാർത്ത നിങ്ങൾ മുന്നേ അറിഞ്ഞു കാണും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും. ഒരുപക്ഷെ വീഡിയോയുടെ രൂപത്തിൽ തന്നെ നിങ്ങളെ തേടി വന്ന ഒരു വാർത്തയായിരിക്കാം. അദ്ദേഹം ഒരു മുൻ ആർമിക്കാരനായിരുന്നു എന്നുള്ള കാര്യം. ആർമി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്പെസിഫൈ ചെയ്ത് പറയേണ്ടതുണ്ട്. ഒരു നേവൽ കമാൻഡിംഗ് ഓഫീസറായിട്ടായിരുന്നു ജയൻ സാർ തന്റെ പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ചത്. സൈനികൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് എപ്പോഴും ഒരു കലാ താല്പര്യം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത ഡ്യൂട്ടികളെല്ലാം തന്നെ 100% ആത്മാർത്ഥയോടെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. മാത്രമല്ല, കൃത്യതയും കണിശതയും തന്റെ ജീവിതത്തിൽ കൊണ്ട് നടന്നിരുന്ന ഒരു നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു. അനാവശ്യ സ്വഭാവങ്ങളോ ദുസ്വഭാവങ്ങളോ അന്നു മുതലേ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ശരീര സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു അദ്ദേഹം. ആരോഗ്യത്തിന് പ്രിഫറൻസ് നൽകിയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി അത്തരത്തിലുള്ള മേഖലയിലേക്ക് എത്തിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ആ ഒരു വിജയതലത്തിലേക്ക് അദ്ദേഹം നടന്നു കയറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. INS വിക്രാന്ത് എന്ന് പറഞ്ഞ ഒരു വിമാനവാഹിനി കപ്പലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ ആദ്യത്തെ ആ ഒരു വലിയ നാവികസേന കപ്പൽ, ആ പടക്കപ്പലിനെ കൊണ്ടുവരാനായിട്ട് ബ്രിട്ടനിലേക്ക് പോയ കൃഷ്ണൻ നായർ എന്ന ജയനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. NS മാധവൻ തന്റെ ട്വീറ്റിൽ 2 വർഷങ്ങൾക്ക് മുന്നേ കുറിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നു. അന്ന് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് ഓർമ്മ. ഏതായാലും ജയന്റെ ആരാധകർക്ക് വളരെ ആവേശം നൽകിയ ഒരു ട്വീറ്റായിരുന്നു NS മാധവൻ എന്ന മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള ആ പ്രതിപാദനെ പറയാനുണ്ടായിരുന്നത്. മറ്റൊരു പ്രതിഭയെക്കുറിച്ച് INS വിക്രാന്ത് വാർത്തകളിൽ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നത്. ഇന്ത്യയുടെ പഴയ വിമാനവാഹിനി കപ്പലും അങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ആ സമയത്തായിരുന്നു ഇത്തരത്തിലുള്ളൊരു ട്വീറ്റ് അദ്ദേഹം 2022 പങ്കുവച്ചത്. അതിലുപരി ബ്രിട്ടനിൽ നിന്ന് അത് കൊണ്ടുവരാൻ പോയവരുടെ കൂട്ടത്തിൽ കൊല്ലം സ്വദേശി കൃഷ്ണൻ നായർ ഉണ്ടായിരുന്ന വാർത്ത ജയൻ ആരാധകരെ ഏറെ ആവേശത്തിലാക്കിക്കൊണ്ടായിരുന്നു NS മാധവൻ അന്ന് ആ കഥ പറഞ്ഞത്. പെട്ടെന്ന് അത് ഓർത്തുപോയെന്ന് മാത്രം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ NS മാധവന്റെ ട്വീറ്റ് ആരാധകർ ഏറെ ആഘോഷമാക്കി ആ സമയത്ത്. ഇപ്രകാരം അദ്ദേഹം കുറിച്ചിരിക്കുകയാണ്: INS വിക്രാന്തിന്റെ ഉദ്ഘാടന ദിവസം ഒരു മലയാള പത്രത്തിൽ വന്ന വാർത്തയിൽ നിന്നെടുത്ത വിവരം ട്വീറ്റ് ചെയ്തതാണ് ഞാൻ. 1961 ബ്രിട്ടനിൽ പോയി HMS ഹെർക്കുലീസ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടായിരുന്ന NM ഇബ്രാഹിമിന്റെ ഓർമ്മക്കുറിപ്പായിരുന്നു അത്. 2ാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടന് വേണ്ടി നിർമ്മിച്ച് പിന്നീട് ഇന്ത്യ വാങ്ങിയതാണ് വിക്രാന്ത്. ഒരുപക്ഷെ ഈ വാർത്ത നിങ്ങൾക്ക് ഒരു പുതുമയുള്ളതായിരിക്കാം. ഈ ഒരു വിമാനവാഹിനി കപ്പൽ HMS ഹെർക്കുലീസ് എന്ന വിമാനവാഹിനി കപ്പൽ പിന്നീട് വിക്രാന്തായി മാറി. വിക്രാന്ത് നമ്മുടെ അഭിമാനവുമായി മാറി. അത് കൊണ്ടുവരാൻ പോയ കൂട്ടത്തിൽ കൊല്ലം സ്വദേശി കൃഷ്ണൻ നായരും അന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പ്രസിദ്ധ സിനിമാ താരം ജയനായെന്നുമെല്ലാം അദ്ദേഹം ഓർക്കുന്നുണ്ട്. തൃശൂർ പെരിഞ്ഞനം സ്വദേശിയായ ഇബ്രാഹിമും അതുപോലെ തന്നെ സിനിമയിൽ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു. ഇബ്രാഹിം ഉല്ലാസയാത്രയിൽ ജയൻ ഉപനായകനും വില്ലനായും അഭിനയിച്ചത് ഓർക്കുന്നുണ്ട്. ഉല്ലാസയാത്രയിൽ അദ്ദേഹം ഉപനായകനും ഒപ്പം തന്നെ ജയൻ വില്ലനുമായിട്ടാണ് അഭിനയിച്ചത്. ഇബ്രാഹിം ഉപനായകനായ സിനിമയിൽ ജയൻ വില്ലനായി എന്നുള്ളത് കാലത്തിന്റെ ഒരു കൗതുകമായിരിക്കാം. ഇത് വായിച്ചതിൽ നിന്നുള്ള കൗതുകം കൊണ്ട് ട്വീറ്റ് ചെയ്തതായിരുന്നു NS മാധവൻ. ഈ വിശേഷം എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ NS മാധവൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു: മലയാളത്തിന്റെ ആദ്യ സൂപ്പർ ഹീറോ എന്നാണ് ജയനെ NS അന്ന് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ആരാധകർ ഇത് ഗ്രൂപ്പുകളിലും നവമാധ്യമങ്ങളിലും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു.
2 വർഷങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തയാണെങ്കിലും ഇന്നും ആ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. പലരും അറിയാത്ത വാർത്തയായിരിക്കാം. ഈ വാർത്ത ജയന്റെ സഹോദരന്റെ മകൻ കണ്ണൻ പറഞ്ഞ് താൻ കേട്ടിട്ടുണ്ടെന്ന് ജയനെ കുറിച്ച് ആനുകാലികങ്ങളിൽ ധാരാളം എഴുതിയിട്ടുള്ള ഭാനുപ്രകാശ് എന്ന് പറഞ്ഞ ആളും പറഞ്ഞിട്ടുണ്ട്. ജയൻ നേവിയിലുണ്ടായിരുന്നപ്പോഴത്തെ ഗ്രൂപ്പ് ഫോട്ടോയും നേവി കാലത്തെ അദ്ദേഹത്തിന്റെ നാടകവേഷവുമെല്ലാം ഇപ്പോൾ ഗ്രൂപ്പുകളിൽ വ്യാപകമായിട്ട് ചർച്ചയാവുന്നുണ്ട്. ഭാനുപ്രകാശ് പറഞ്ഞത് ഇപ്രകാരമാണ്. ഏതായാലും ഈ പറഞ്ഞ 2 എഴുത്തുകാരും അതുപോലെ തന്നെ NS മാധവന്റെ ട്വീറ്റും അതുപോലെ ഇബ്രാഹിം എന്ന നടനും ഒക്കെ തന്നെ പറഞ്ഞത്, അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം എന്നുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹവും ഭാഗ്യം പരീക്ഷിച്ചിരുന്നെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇബ്രാഹിമും അതുപോലെ തന്നെ ജയൻ സാറും ഒരേ കാലഘട്ടത്തിലായിരുന്നു സിനിമയിലേക്ക് വന്നത്. രണ്ടുപേരും ഒരു എക്സ് മിലിറ്ററി ജയൻ സാറും ഇബ്രാഹിമും ഒരേ കാലഘട്ടത്തിലാണ് സിനിമയിൽ ഭാഗ്യം പരീക്ഷിച്ചത്. ഉല്ലാസയാത്ര അദ്ദേഹം ഉപനായകനായും ജയൻ വില്ലനായും അഭിനയിച്ചതും അദ്ദേഹം ഓർത്തെടുത്തതും ഒക്കെ തന്നെ ഒരു കൗതുകമുള്ള ഒരു വാർത്തയായിട്ടാണ് എന്നെ സംബന്ധിച്ച് അന്നത് കണ്ടപ്പോൾ പറയാൻ തോന്നിയൊരു കാര്യം. ഏതായാലും NS മാധവന്റെ ഈ ഒരു ട്വീറ്റ് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കേണ്ട ഒരു ട്വീറ്റ് തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ജയൻ സാർ നല്ലൊരു നടൻ എന്നൊരു നല്ലൊരു സൈനികനായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ജയൻ സാറിനെ കുറിച്ചുള്ള ഈ ഒരു ജന്മദിനത്തിലെ ഒരുപാട് വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോകേണ്ട ഒരു വാർത്തയല്ല ഇത് അറിയേണ്ട വാർത്തയാണ്, കാലം അറിയേണ്ട വാർത്ത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. ജയൻ സാറിനെ കുറിച്ചുള്ള പുതിയ വാർത്തകൾ ഓരോന്ന് വരുന്നുണ്ട്. നമുക്കറിയാം, AI അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ AI അദ്ദേഹത്തിനെ സൃഷ്ടിച്ച് അവരുടെ ആശകൾ അങ്ങ് തീർക്കുകയാണ്. ഒരുപക്ഷെ AI ജയൻ സാറിനൊക്കെ തിരിച്ചു കൊണ്ടുവന്നൊരു സിനിമ വരെ ഭാവിയിൽ വന്നേക്കാം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ വസ്തുതകൾ. അതിനുള്ള പണിപ്പുരയിലാണ് പലരും എന്നും പറയുന്നുണ്ട്. ഒരിടയ്ക്ക് അങ്ങനെ അവതാരം എന്നുള്ള പേരിൽ ഒരു സിനിമ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അന്ന് ഇത്രത്തോളം AI ടെക്നോളജി ഒന്നും വന്നിരുന്നില്ല. AI ടെക്നോളജി വന്നതിന് ശേഷം അത് പുതിയ രീതിയിലേക്ക് മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയിപ്പോൾ നടന്മാരുടെ ആവശ്യമില്ല, അത് AI തന്നെ നിർവഹിച്ചുകൊള്ളും. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ആവശ്യമേ ഉള്ളൂ. അതും കേവലം വേണ്ട രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യാനൊക്കെ AI സോഫ്റ്റ്വെയർസ് സഹായിക്കുന്നുണ്ട് താനും. ഏതായാലും ജയൻ സാറിന്റെ അത്തരത്തിലുള്ള സിനിമകൾ ഇനിയും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് സിനിമകൾ റീ റിലീസ് ട്രെൻഡ് വന്നപ്പോൾ ഈ വർഷം അങ്ങനെ തുടക്കത്തിൽ നമുക്കെല്ലാം പ്രിയങ്കരമായിട്ടുള്ള ശരപഞ്ചരം എന്ന സിനിമ റിലീസ് ചെയ്യപ്പെട്ടു. റിലീസ് വന്നപ്പോൾ അത്യാവശ്യം ആളുകൾ ആ സിനിമ കാണുകയും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ക്ലീഷയായിട്ടുള്ള കഥയായിരിക്കാം, പക്ഷെ എന്തായാലും അത് അദ്ദേഹത്തിന്റെ അഭിനയം ഒക്കെ തന്നെ ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യുന്നത് കണ്ടു. ഇനിയും അദ്ദേഹത്തിന്റെ ചാകര, മീൻ, അങ്ങാടി മുതലായ സിനിമകളിൽ വരാനിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അറിയുന്നുണ്ട്. കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഒരുപക്ഷെ ഈ അടുത്ത് തന്നെ മീനും അങ്ങാടിയും റിലീസിനെത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ നായാട്ടും ഒപ്പം പിന്നാലെ എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ ആഗ്രഹത്തിൽ, നിങ്ങളുടെ ഇഷ്ടത്തിൽ ഏത് സിനിമയാണ് അദ്ദേഹത്തിന്റെ റിലീസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് താല്പര്യപ്പെടാം. താഴെ കാണുന്ന കമന്റ് ബോക്സ് അതിനുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ജയൻ സാറിനെ കുറിച്ചുള്ള വീഡിയോകൾക്ക് നൽകുന്ന വലിയ പിന്തുണയ്ക്ക് വീണ്ടും നന്ദി പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും പുതിയ സിനിമ എന്നതിനേക്കാളുപരി റിലീസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ, ജയന്റെ സിനിമകൾ, AI സിനിമയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ റിലീസ് കാറ്റഗറിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജയൻ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.